എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് രാവിലെ 9:30 മുതൽ 11:15 വരെ നടന്നിട്ടുണ്ടായിരുന്നത് ഊർജ്ജതന്ത്രം പരീക്ഷയാണ്, അതായത് ഫിസിക്സ് പരീക്ഷയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ എങ്ങനെയാണ്, ഈസി ആയിട്ടുണ്ടായിരുന്നോ? അതുപോലെ നിങ്ങൾക്ക് ഏത് ഗ്രേഡ് ലഭിക്കാനാണ് സാധ്യത, അതുപോലെ എത്ര മാർക്ക് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളത് വിദ്യാർത്ഥികൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചോദ്യം, അതായത് ആ ഒരു ഉത്തരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നോ, അതായത് ആ ഒരു ഉത്തരങ്ങൾക്കനുസരിച്ചുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നോ? അതുപോലെ നിങ്ങൾ പ്രതീക്ഷിച്ച ആ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നോ? അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ട്, അതായത് ജസ്റ്റ് കണ്ടിട്ടുണ്ടാകും പക്ഷേങ്കിൽ അത് പഠിക്കാതെ പോയത് കൊണ്ട് ആ ഒരു പരീക്ഷയ്ക്ക് വന്നപ്പോൾ അത് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കാതെ ഇരുന്നു എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഏതായാലും ഊർജ്ജതന്ത്രം പരീക്ഷ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇനി ആ ഒരു പരീക്ഷയ്ക്ക് എത്ര മാർക്ക് ലഭിക്കും, അതായത് നിങ്ങൾ പരാജയപ്പെടുമോ എന്നുള്ളതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല, അതുപോലെ വിഷമിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. കാരണം ഇതൊരു പരീക്ഷയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിക്കുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു പരീക്ഷയുടെ മാർക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് +1 പ്രവേശനമൊക്കെ നേടാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷയെക്കുറിച്ച്, അതുപോലെ ആ ഒരു പരീക്ഷ ടഫായിട്ടാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതൊന്നും ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല. കാരണം ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന പരീക്ഷകൾക്ക് പഠിക്കാനായിട്ട് സാധിക്കാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ആ ഒരു പരീക്ഷ, അതായത് ഏതായാലും ഈ ഒരു പരീക്ഷ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇനി അടുത്ത പരീക്ഷ, അതായത് ഇനി വരാൻ പോകുന്ന 3ാം ഭാഷയായിട്ടുള്ള ഹിന്ദി അല്ലെങ്കിൽ ജനറൽ നോളജ്, ആ ഒരു പരീക്ഷ നിങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പരമാവധി മാക്സിമം നിങ്ങളൊരു B+ ഗ്രേഡെങ്കിലും വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ ഏകദേശം ഒരു 30-ൽ മുകളിൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അത് നല്ലൊരു ഗ്രേഡും, അതുപോലെ തന്നെ നിങ്ങൾക്ക് +1 പ്രവേശന സമയത്ത് അതൊക്കെ നല്ലതായിട്ട്, അതായത് നിങ്ങളുടെ ആ ഒരു WGPA തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾക്കത് കൂടുതൽ WGPA ആകാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങൾ +1-ന് ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി ഇതൊക്കെയുള്ള സബ്ജക്റ്റുകളായിട്ടുള്ള ഈ ഒരു സയൻസ് ഗ്രൂപ്പുകൾ, അതായത് ഈ ഒരു ബയോമാക്സ്, അതുപോലെ തന്നെ അല്ലെങ്കിൽ ബയോളജി സയൻസ് എന്നും ബയോമാക്സിന് പറയാറുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ്, ഇതുപോലുള്ള സയൻസ് ഗ്രൂപ്പുകളൊക്കെ പ്രവേശനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രസതന്ത്രം, അതുപോലെ ജീവശാസ്ത്രം, ഊർജ്ജതന്ത്രം എന്നിവയിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് ലഭിച്ചാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് മാർക്ക് കുറവുണ്ടായാൽ പോലും കൂടുതൽ അപേക്ഷകൾ ഇല്ലാത്ത സ്കൂളുകളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സയൻസ് ഗ്രൂപ്പ് തന്നെ ലഭിക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എത്രത്തോളം മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുമോ അതായത് നിങ്ങൾക്കൊരു 20 മാർക്കാണ് വാങ്ങിക്കാൻ സാധിക്കുക എന്നുള്ളതുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു 30 മാർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അതായത് SSLCയിൽ നല്ലൊരു മാർക്ക് തന്നെ ലഭിക്കുന്നതായിരിക്കും. കാരണം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ എനിക്ക് ജസ്റ്റ് പാസ്സായാൽ മതി എന്നുള്ള ചിന്തയായിരിക്കും ഉണ്ടാവുക. അതേസമയം റിസൾട്ട് വരുന്ന സമയത്തായിരിക്കും നിങ്ങൾ ചിന്തിക്കുക, അതായത് നിങ്ങളുടെ കൂട്ടുകാർക്ക് അവർക്ക് ഏകദേശം നല്ലൊരു മാർക്കുണ്ട്, നിങ്ങൾക്ക് കുറവ് മാർക്കാണ് എന്നുള്ളത് നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും, ആ ഒരു സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ മാർക്ക് ലഭിക്കും, അതുപോലെ ഇവരെക്കാൾ കൂടുതൽ നല്ലൊരു ഗ്രേഡ് തന്നെ ലഭിക്കുമെന്നുള്ളത് നിങ്ങൾ ആ ഒരു സമയത്താണ് ചിന്തിക്കുക. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് പറയുന്നത്, നിങ്ങളൊരു മാക്സിമം നിങ്ങളെക്കൊണ്ട് എത്രത്തോളം പറ്റുമോ അതിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നന്നായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേസമയം നിങ്ങളൊരു പരീക്ഷ കഴിഞ്ഞ് നിങ്ങൾക്ക് അതിൽ വേണ്ടത്ര രീതിയിൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ അതാലോചിച്ച് ടെൻഷനോ അല്ലെങ്കിൽ വിഷമിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ നന്നായിട്ട്, അതായത് നിങ്ങളെ കൊണ്ട് എത്രത്തോളം മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതാലോചിച്ച് നിങ്ങൾ സന്തോഷിക്കാം, അല്ലാതെ ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ മാർക്ക് കുറയും എന്നുള്ളത് ആലോചിച്ചുകൊണ്ട് ടെൻഷൻ അടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ആലോചിച്ച് നിങ്ങൾ സന്തോഷിക്കുക. അപ്പോൾ ഇനി വരുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾ ഹിന്ദി അല്ലെങ്കിൽ ജനറൽ നോളജുകാർക്ക് ജനറൽ നോളജ്, ഹിന്ദി
മൂന്നാം ഭാഷയായിട്ടുള്ളവർക്ക് ഹിന്ദി ആയിരിക്കും എക്സാമിനേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എക്സാമിനേഷൻ അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ രസതന്ത്രം, ജീവശാസ്ത്രം ഈ ഒരു സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ ലഭിക്കാൻ സാധ്യത കൂടുതലുള്ള സബ്ജക്റ്റാണ്. അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് അതിന് നിങ്ങൾക്ക് ഏകദേശം 2 ദിവസം പഠിക്കാനായിട്ട് സമയം ലഭിക്കുന്നുണ്ട്. അതായത് ഏകദേശം ശനി ഞായർ ദിവസങ്ങൾ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് പഠിക്കാനായിട്ട് സമയം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു സോഷ്യൽ സയൻസിനും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന മാർക്ക്, അതായത് നിങ്ങളൊരു മിനിമം ഒരു B+ ഗ്രേഡെങ്കിലും വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ജസ്റ്റ് പാസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കരുത്. കാരണം ജസ്റ്റ് പാസ് മാർക്ക് കൊണ്ട് നിങ്ങൾക്ക് ജയിക്കാം എന്നുള്ളതിൽ ഉപരി +1 പ്രവേശനത്തിനൊക്കെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു സമയത്ത് നന്നായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂളുകളിലൊക്കെ നല്ലൊരു കോഴ്സ് പ്രവേശനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുവരെ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കാതിരിക്കുന്ന വിദ്യാർത്ഥികളും ഈ ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മിനിമം ഒരു B+ ഗ്രേഡെങ്കിലും നേടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതായത് ഈ ഒരു ഇന്നത്തെ പരീക്ഷയിൽ 40 മാർക്കാണ് ആ ഒരു സബ്ജക്റ്റിൻ്റെ ആ ഒരു മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏത് ഗ്രേഡ് ലഭിക്കുമെന്നുള്ളത് അറിയുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വളരെയധികം സിമ്പിളായിട്ട് നിങ്ങൾക്കത് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ ഇപ്പോൾ ഒരു ഗ്രേഡിംഗ് സ്കെയിൽ കാണാം. അതായത് ഈ ഒരു ഗ്രേഡിൻ്റെ ആ ഒരു പട്ടിക കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് റേഞ്ച്, ഗ്രേഡ്, അതുപോലെ ഗ്രേഡ് വാല്യൂ, ഗ്രേഡ് പൊസിഷൻ എന്നിവ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് 40-ൽ എത്ര മാർക്കാണ് കിട്ടുക എന്നുള്ളത് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് 40-ൽ എത്ര മാർക്ക്, അതായത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് 40-ൽ ഈ ഒരു 20 മാർക്കാണ് കിട്ടുക എന്നുള്ളത് ചിന്തിക്കുക. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സമയത്ത് ഇതിനോടൊപ്പം 10 മാർക്ക് CE നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് കരുതുക. അപ്പോൾ ടോട്ടൽ നോക്കുന്ന സമയത്ത് ഈ ഒരു സബ്ജക്റ്റ്, അതായത് ഈ ഒരു 50 മാർക്കിലാണ് വരിക. അതായത് ഈ ഒരു 50 മാർക്കിലാണ് ആ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് CE ഉൾപ്പെടെ വരിക. അപ്പോൾ ടോട്ടൽ 50 ആണ്. അപ്പോൾ 50-ൽ നിങ്ങൾക്ക് 30 മാർക്ക് കിട്ടി. അപ്പോൾ 30 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് 30-നെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 60 മാർക്കാണ്. അപ്പോൾ ഈ ഒരു 60 ഇതിൽ ഏത് റേഞ്ചിലാണ് വരിക എന്നുള്ളത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം 60 മുതൽ 69% വരെ B ഗ്രേഡാണ്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് 20 മാർക്ക് 8th പരീക്ഷയിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കിട്ടുന്ന ഗ്രേഡ് എന്ന് പറയുന്നത് B ഗ്രേഡ് ആയിരിക്കും. അപ്പോൾ അതായത് B ഗ്രേഡ് കിട്ടാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. കാരണം C എല്ലാ വിദ്യാർത്ഥികൾക്കും 10 മാർക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ B ഗ്രേഡ് ലഭിക്കും. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഏത് ഗ്രേഡാണോ ഈ ഒരു പരീക്ഷയ്ക്ക് ലഭിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതായത് 40-ൽ കിട്ടിയ മാർക്ക് എത്രയാണോ അതിനോടൊപ്പം 10 മാർക്ക് CE കൂട്ടിയ ശേഷം ആ ഒരു കിട്ടുന്ന തുകയെ 2 കൊണ്ട് ഗുണിക്കുക. 2 കൊണ്ട് ഗുണിച്ച ശേഷം അത് ഇതിൽ ഏത് റേഞ്ചിലാണ് വരുന്നത് ആ ഒരു ഗ്രേഡായിരിക്കും നിങ്ങളുടേത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ജസ്റ്റ് ഒരു D+ കിട്ടണമെന്നുള്ള രീതിയിൽ പഠിക്കരുത്. കാരണം നിങ്ങൾക്ക് കൂടുതൽ ഗ്രേഡ്, അതായത് കൂടുതൽ മാർക്ക് നേടുന്ന സമയത്ത് നിങ്ങളുടെ ഗ്രേഡ് കൂടുതലായിട്ട്, അതായത് മുകളിലേക്കായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ അത് നിങ്ങളുടെ ആ ഒരു മാർക്ക് പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒട്ടും ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.